നമ്മൾ നോറേനെ സർപ്രൈസ് കൊടുക്കാൻ അപ്പൊ നമ്മൾ ഇന്ന് കാലിക്കറ്റിലേക്ക് പോവാണ്. ഇപ്പോൾ സമയം 6 മണിയായി. കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ എൻ്റെ വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടും കൂടിയാണ് ഞാൻ 6 മണിക്ക് ഇറങ്ങാന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ദാ സായി ഇവിടെ ഉണ്ട്. അയ്യോ, അപ്പൊ ഇന്നെന്താ സ്പെഷ്യൽ എന്ന് വെച്ചാല് ഇന്ന് നമ്മുടെ നോറക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അല്ലേ? നോറ മുസ്കാൻ. എനിക്ക് നോറേന്റെ ശരിക്കും മോൺസ്റ്ററാ എന്താ കേരളത്തിന്റെ അലിയഭട്ട്. ആ അയ്യോ, അത് പറയുകയാണെങ്കിൽ സൂപ്പർ സാധനം കേട്ടോ. ഞാൻ എന്താ പറയാ, നല്ല അടിപൊളി സാധനം ആലിയ ഭട്ടിനെ ചെയ്തത്. ഗംഗുബായ് എന്താ എനിക്ക് അപ്പോ എന്താന്ന് വെച്ചാല് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് ബിഗ് ബോസിൽ ആദ്യത്തെ സമയത്തൊന്നും എനിക്ക് നോറേനെ ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് പിന്നെ കുറച്ചൊരു 10-50-60 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് നോറേനെ ഭയങ്കര ഇഷ്ടം. ഇപ്പൊ കാണുമ്പോ എന്തുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങനെ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നു. നോറ നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്നത് അല്ലേ? അപ്പൊ എന്താ പറയാ, അന്ന് നോറ മുസ്കാന്റെ ഇതിന്റെ കൈയൊക്കെ ഇങ്ങനെ വേനിക്കണു. ഇതൊന്നും എടുത്ത് പഠിച്ച ശീലമില്ല. അപ്പൊ എന്റെ അടുത്ത് ഒരു പറ്റി ട്രൈപോഡ് നമ്മളന്ന് വാങ്ങി ഓർമ്മ 150 രൂപയ്ക്ക്. വില ഇല്ലാത്തതല്ലോ. ഇനി അത് പറഞ്ഞോ. അപ്പൊ എന്താ പറയാ, ഇന്ന് ജയ മെസ്സേജ് ഉണ്ടായിരുന്നു, ജയ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബർത്ത്ഡേക്ക് വരണം. ഒരു റിസോർട്ടാണ്. റിസോർട്ടിന് എന്താ പേര്? റിസോർട്ട് ഗോകുലമാളിന്റെ അപ്പുറത്തുള്ള ഹോട്ടൽ എനിക്ക് ആ റിസോർട്ട്. അത് ശരി. അപ്പൊ നമ്മള് എന്തായാലും ഒരു റിസോർട്ട് ഹോട്ടലിലാണ് പോണത്. അപ്പൊ ജയ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 മണി 6 മണിയാകുമ്പോഴത്തേക്ക് എത്താന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ എത്താൻ പോണത് പാട്ട് പാടല്ലേ, കോൺസെൻട്രേഷൻ പോകണം. അതിന്റെ കോപ്പിറൈറ്റ് കടിക്കും. അപ്പൊ 5 മണി 6 മണിയാണ് പറഞ്ഞത്. 5 മണി 6 മണിയാകുമ്പോ വായോ എന്നൊക്കെ പറഞ്ഞു ഞങ്ങള്. അപ്പൊ ഒരു 6 മണി 8 ഇറങ്ങണത്. എന്തായാലും പ്രോഗ്രാം തുടങ്ങുമ്പോ 7 മണിയാവും ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അത് 6 മണിക്ക് ആക്കിയത് അല്ലേ ജയ? ഇനി ജയ ഒന്നും പറയില്ല. പിന്നെ വേറെ രസമുണ്ട്, ഞങ്ങൾ ഇവിടുന്ന് കാറിന് ഞാനും സായിയും ജിത്തുബായും കൂടിയാണ് പോണത്. അപ്പൊ നമ്മുടെ കോഴിക്കോട് വേറെ ചില 3 പ്രമുഖർ അവിടെ എത്തിയിട്ടുണ്ട്. പ്രമുഖ ബിഗ് ബോസ് താരങ്ങളായിട്ടുള്ള നിഷാന, സിജോ, നന്ദന. ആങ്ങളമാരും പെങ്ങളും കൂടി ഇന്ന് തകർക്കും. പെങ്ങളൂട്ടി ആങ്ങളൊക്കെ പോകുമ്പോ നമുക്കിന്ന് കാണാം. പിന്നെ കൂടി ഒരു നിഷാനുണ്ട്. എന്താ പ്രശ്നം? അങ്ങനെ ആങ്ങളെ പെങ്ങൾക്ക് പോകുമ്പോ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഒരു നേരം ഇല്ലെങ്കിൽ നായന്റെ പെങ്ങള് നോക്കും. നന്ദനാസി നോക്കിയതല്ലേ, എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ ഏതൊക്കെയോ വാട്സാപ്പിൽ ഏതൊക്കെ ഓഫാക്ക്. അപ്പൊ നമ്മള് മലപ്പുറത്തെത്തി. അപ്പൊ നമ്മുടെ മറ്റേ 3 ടീം 3 പേര് നമ്മള് കോഴിക്കോട് എത്തിയിട്ടുണ്ട്. സിജോ, നന്ദന, നിഷാൻ എത്തിയിട്ടുണ്ട്. അവര് സിജോ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. നിഷാന ആലുവന്ന് കയറി, നന്ദന തൃശ്ശൂരിൽ കയറിയിട്ടുണ്ട്. അപ്പൊ അവര് കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ മെല്ലെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദനോട് ഇന്നലേക്കണേ നമുക്ക് മെല്ലെ പോയാ പോരെ. ഇതെന്താ ചേച്ചി റിസപ്ഷൻ ആണോ, നമുക്ക് എപ്പോഴെങ്കിലും പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കുക. കല്യാണത്തിന് നല്ല റിസപ്ഷൻ ആണോ എന്ന്. പെങ്ങളൂട്ടിയാണ് പറഞ്ഞത്. എന്തായാലും പെങ്ങളൂട്ടി എന്ന് പറഞ്ഞപ്പോ പറ്റണില്ല. അപ്പൊ പെങ്ങളൂട്ടി. അപ്പൊ നമ്മള് ഇനിയിപ്പോ അവരെത്തിണ്ട്. അപ്പൊ നന്ദന പറഞ്ഞ എനിക്ക് ഡ്രസ്സും മാറ്റണം. എന്നോട് റെയിൽവേ സ്റ്റേഷനിൽ ഡ്രസ്സ് മാറ്റണം. സീറ്റോ ബെനിയും പിടിച്ചിട്ടൊന്നൊക്കെ ബെനിയും പിടിച്ചിട്ട് ഡ്രസ്സ് മാറ്റുന്നു. അപ്പൊ രാവിലെ ഞങ്ങൾക്ക് റൂം സെറ്റ് ആക്കിണ്ട് കേട്ടോ. സെറ്റ് ആക്കിണ്ട്. അപ്പൊ താങ്ക് യു ജെ ബ്രോ. അല്ല എന്തല്ല അപ്പൊ എനിക്ക് എന്നാ ഇത് വേറെ ഹോട്ടലാ? എനിക്കറിയില്ല. എന്നോട് ജയ പറഞ്ഞിരുന്നു സായിക്ക് ഞാൻ ലൊക്കേഷൻ ഒക്കെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് എന്തായാലും വണ്ടി 1.5 മണിക്കൂർ വണ്ടി തട്ടുന്നാണ് പറഞ്ഞത്, ശ്രദ്ധിക്കാൻ. അപ്പൊ നമ്മള് 3 പേരും കൂടി പോവാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ
പോട്ടെ, നിജിത്തുബായി എടുക്കട്ടെ. അപ്പൊ നമ്മള് 3 പേര് അവിടെ പ്രമുഖർ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓണ വഴിക്ക് നിജിത്തുബായി കയറിയിട്ട് വീഡിയോ എടുക്കാം. അപ്പൊ നമ്മുടെ അഡിഡാസ് മോൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഗംഗുബായിന്റെ പരിപാടിക്ക് നമ്മുടെ ജിത്തുബായി എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോ നമ്മള് എപ്പോഴും കോഴിക്കോട് പോകുമ്പോൾ കൊണ്ടൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പുണ്ട്, കോക്ടെയിൽ, കണ്ണൂർ കോക്ടെയിൽ. ഭയങ്കര സ്പെഷ്യലാണ്, ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോക്ടെയിൽ, നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. നമ്മള് പണ്ട് എന്താ പറയാ കണ്ണൂര് പോയപ്പോ കണ്ണൂര് കോക്ടെയിൽ തപ്പി നടന്നിട്ട് കൊറേ നടന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു കൊണ്ടോട്ടിയിലെ കോക്ടെയിലാണ് അടിപൊളി കോക്ടെയിൽ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ഭയങ്കര കുടിയാണ്. നിത്തുമായി കുടിച്ചു കഴിഞ്ഞു. അതെ, പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ എത്ര അന്വേഷിച്ചിട്ടാണ് ഇതൊക്കെ കിട്ടാറ്. അപ്പൊ നമ്മള് TRMPS ഇവിടെയാണ് ലൊക്കേഷൻ. ഇവിടെയാണ് നമ്മളെ നോറയ്ക്ക് ബർത്ത്ഡേ പാർട്ടി. ഏതായാലും മുകളിൽ ആണോ? അമ്മ അടിപൊളി പോലെ. അപ്പൊ നല്ല അടിപൊളി ഹോട്ടലാണ്. കണ്ണാടികളുണ്ട്. എന്താ ഇയാളെന്താ ലുക്കാന്ന് പറഞ്ഞിട്ടല്ലോ? ഇതാ ഇപ്പുറത്തുള്ള ആളാണ് ലുക്കില്. നമ്മളെ മെറി ക്രിസ്മസ് എന്തോ കളർ. അതാ മുടി കളർ ചെയ്തിട്ടുണ്ട്. ഈ കോഫി ബ്രൗൺ അല്ലേ? ഞാൻ ചായയും കോഫിയൊന്നും കുടിക്കില്ല. എനിക്ക് വയ്യ ചളിയൊക്കെ. അപ്പൊ നമ്മളെ നോറേന്റെ ബർത്ത്ഡേ ഡെക്കറേഷനാണ് ഇവിടെ കാണുന്നത്. അടിപൊളിയായിട്ട് ഇതവിടെ നോറാസ് ബർത്ത്ഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗർഭിണിയല്ല. സോറി, ഞാൻ പ്രഗ്നന്റ് അല്ല. ഞാൻ പ്രഗ്നന്റ് അല്ല. നമ്മൾ നോറേനെ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അങ്ങനെ നോറ ഓൾറെഡി അറിഞ്ഞതാണ്. ഹാപ്പി ബർത്ത്ഡേ നോറ മുസ്കാൻ. അടിപൊളി ഉണ്ടല്ലോ. മാച്ച് ആയിട്ടുണ്ട് കേട്ടോ ബ്ലൂ. ആരാണെന്ന് ഓ പിന്നെ നമസ്കാരം. അല്ല അടക്കം ഒതുക്കല്ല സീജോന്, ഞാനൊന്ന് കാണട്ടെ. കേരളത്തിലെ ഏറ്റവും മികച്ച ഭർത്താവായ സ്വാഗതം. എന്നെ പുകഴ്ത്തി ഇപ്പൊ വരുന്ന ഇവിടെ ഭയങ്കര ഒരുക്കാണ്. ഇത് നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ റൂമില്. അല്ല നല്ല സ്മെല്ല്. അല്ല മേക്കപ്പിന്റെ സ്മെല്ലാണ്. കള്ളുടിച്ച് എടുക്കില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമോൺ ഞാൻ പഴയ്ക്കാൻ പോവാണ്. എനിക്ക് തന്നപ്പോഴോ ലിനു വീട്ടിൽ വാറ്റിയ ലിനു സ്വന്തം വാറ്റിയ ലിനു എനിക്ക് വാറ്റി തന്ന വൈനാണ്. ഞാൻ കുടിക്കട്ടെ കേട്ടോ. ലിനു കൊടുത്തയച്ച വൈന് കുടിച്ച് സ്നേഹ കിക്കാവാൻ പോണു. അയാൾ ഓൾറെഡി അന്ന് അവിടെ കഴിച്ചതാണ്. അതെ സൂപ്പർ ചാടി കളിക്കുന്ന അങ്ങനെ ഹോം മെയ്ഡ് വൈനാണ് ഇത്.
ഇതാ കേട്ടോ ഉണക്കമുന്തിരി വൈന. ഉണക്കമുന്തിരി മാത്രമല്ല അതിൽ മറ്റതും ഉണ്ടാവും. ഞാൻ നിങ്ങളോട് സത്യം പറയാണ്, ഇവിടെ കുടിക്കും, ഇവിടെ കുടിച്ചാണ്. കുടി നിർത്തിയോ? ഇവൻ കുടിയേ. അപ്പൊ ഞാൻ ഓൾറെഡി ഒരുങ്ങി കഴിഞ്ഞാൽ നിശാന ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തോന്ന് കള്ളുടി? ഇവിടെ ഫുള്ള് കള്ളുടിയന്മാരെ സംസ്ഥാന സമ്മേളനമാണ്. സംഗതി എന്താ മനസ്സിലായോ? ഹോട്ടൽ റൂമിൽ വന്നാൽ ഒരു മിനിമം സമയങ്ങളിൽ കൊടുക്കേണ്ടത് പൊട്ടിക്കാതിരിക്കാൻ അതായിരുന്നു പൊട്ടിച്ച് കഴിച്ചു. ആരോ പൊട്ടിച്ച്? കയ്യോടെ മേടിച്ചോ? ആധാർ കാർഡോ? ഓ തന്നാട്ടെ തന്നാട്ടെ. നീ മറ്റൊരു സാധനം കാണിച്ചു തായ്ലൻഡ് പോകുമ്പോഴത്തേക്കും സായി ഇവൻ ഈ സാധനം വെച്ചൊരു വെപ്പുണ്ട്. അതായത് ആധാർ കാർഡാണ് മനുഷ്യന്റെ. ഈ ആധാർ കാർഡ് മടക്കി ചുരുക്കി എന്റെ ഉണ്ടായിരുന്നു. അത് ഞാൻ ലോകത്തിലെ ഏറ്റവും മികച്ച ഭർത്താവായിട്ടുള്ള സായിയുടെ ഭാര്യയെ ഞാൻ തന്നില്ലാന്ന് പറയുന്നത്. എപ്പോഴും ബ്ലോഗേഴ്സിന്റെ ബഹളമാണ്. അപ്പൊ നമ്മള് നോറയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാണ്. നമ്മള് റൂമിൽ വന്നപ്പോൾ ഈ വിറ്റങ്ങളെ കണ്ടു. ഇവരൊന്ന് കാര്യമായിട്ട് ഒരുങ്ങാണ്. അപ്പൊ നമ്മള് ഇനി ബർത്ത്ഡേ ആഘോഷിക്കാൻ പോട്ടെ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ നമ്മളെ കോഴിക്കോട് ഞങ്ങളെ കോഴിക്കോട് കേട്ടോളി. ഞമ്മളെ കോഴിക്കോട് ഞാൻ ഒറ്റയ്ക്കാണ് ഈ റൂമില്. എനിക്ക് അവിടെ ജക്കുസി ഉണ്ട് കിടക്കാൻ വേണ്ടി. അതെ ഒറ്റയ്ക്കല്ലെന്ന് വേറെ ആരോ വരുന്നുണ്ട്. സംശയമുണ്ട്. നല്ല അടിപൊളി ഇവിടുന്ന്. നമ്മളതാ അല്ല അല്ല 150 വെള്ളം. എന്നാലും കുഴപ്പമില്ല. 150 ഞാൻ അടുത്ത ബസ് ചെയ്തോണ്ട് അപ്പൊ അതാണ് ഒരു റീൽ ചെയ്യാൻ എന്റെ പിള്ളേരെ കുറിച്ച് പറയാം. അങ്ങനെ തുടങ്ങി സർപ്രൈസ്. ഹാപ്പി ബർത്ത്ഡേ. നന്ദരസി നീ ഇവിടെ നോക്ക്. അപ്പൊ ഇവിടെ നിന്നല്ലേ പരിപാടി? നല്ല അടിപൊളിയുണ്ട് അല്ലേ ഗിഫ്റ്റ്? കണ്ടു കാണിച്ചു കൊടുക്കല്ലേ? ഇത്ര നല്ല സർപ്രൈസ് ലൈഫിൽ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ. ഇപ്പൊ ഇതാണ് നമ്മുടെ നോറയുടെ കേക്ക്. കേക്കിന്റെ വീഡിയോ പെട്ടിയില്ലെങ്കിലോ ഒന്ന് നിർത്തോ? ഏത് നേരം ഫോൺ നോക്കിയിരിക്കാതെ. എന്താണ് എന്റെ മുഖം ഇങ്ങനെ? ജാപ്പനീസ് കുട്ടി. അതിന്റെ ഫോണിന്റെ പ്രത്യേകതയോട്. അപ്പൊ അവിടെ പ്രിപ്പറേഷൻ ആണ് നടക്കാൻ വരുന്നതിന്റെ ഒരു ഡെക്കറേഷന്റെ പ്രിപ്പറേഷൻ ആണ് വരുന്നത്. ഒരു കാട് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നാട് നീളെ ചുറ്റിച്ചു. അതിന്റെ ഉള്ളിൽ വെച്ചിരിക്കല്ലേ? എന്താ മുന്നോന്ന് മാറുമോ?
ബർത്ത്ഡേകളൊന്നും മോൺസ്റ്റർ 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 ഞാൻ വിളിക്കാം ആ ബീജം വേണോ മോൺസ്റ്റർ ഞങ്ങള് മോൺസ്റ്റർ ഞങ്ങൾ എന്തെങ്കിലും അഭിനയിക്കണോ എന്താ വേണ്ടത് എന്താ വേണ്ടത് സത്യം അയ്യോ വലിയ ഡൗട്ടോ ഈ പോയി ഡൗട്ട് ഞാൻ എന്റെ വ്ളോഗ് നമ്മള് ബർത്ത്ഡേ കുടിക്കുന്നുണ്ട് അവിടെ കാര്യം നമ്മളൊരു പാട്ട് കച്ചേരി ഉണ്ടാവുന്നതാണ്. ഇത് എന്തൊരു സർപ്രൈസ് കൊടുക്കാറില്ല. എന്താണ് പറയൂ ഇതിന്റെ ഷർട്ടാണ് ആ ഇതിന്റെ പാന്റ് അതെ മോൺസ്റ്റർ. ഇതിപ്പോ ആരുടെ ബർത്ത്ഡേ പുള്ളിന്റെ സൈഡിൽ വെച്ചിട്ട് വരുന്നു. BTS അതെ 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 എല്ലാവരും ക്യാമറ ഓണായി. ശരിക്കും എല്ലാരും എനിക്കറിയാം. അയ്യോ അയ്യോ ആരോടും പഠിപ്പിച്ചിട്ടില്ല. ഒളിച്ചിക്ക് ഒളിച്ചിക്ക് എന്തൊക്കെയോടെ പടക്കം
അറിയില്ല എടോ മുങ്ങിണ്ട് വേണ്ട ഇവിടെ നന്ദന സിയും നല്ല അടിപൊളിയുണ്ട്. ഈ ഹോട്ടലുകാരുടെ കാർപ്പറ്റ് ബർത്ത്ഡേക്ക് ഒരുപാട് കേക്ക് മേടിച്ചിട്ടാണ് അങ്ങോട്ട് പോവാത്തത്. എനിക്കറിയാം, അതുകൊണ്ടാണ് മര്യാദക്ക് ഒരു ഫോട്ടോ എടുക്കണം വിചാരിച്ചത്, അത് പോയി. പൂളിലാണോ? അയ്യോ, പൂള് കൊണ്ടുപോവാ. അതെ, തല തട്ടിരുന്നിട്ടോ, തല തട്ടിരുന്നിട്ടോ എവിടെയും തല മെല്ലിട്ടേ, തല നോക്കണേ. അത് ഫോണ് ഫോണ് ആര് പോണ ആര് പോണ ആര് പോണ അത് മാത്രമേ ഇന്നോടെ കൊണ്ട് ഇതിന് കിഡ്നി കൊണ്ടാലും കുഴപ്പമില്ല. എന്താണ് ഏതാ അതാ ഏതാ ഭാഗ്യത്തിന് കഴിച്ചില്ലായിരുന്നു, രക്ഷപ്പെട്ടോളൂ. അയ്യോ പാവുണ്ട് കേട്ടോ, പാവുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വരുന്നുണ്ട്. അങ്ങനെ ഇഷാനെ കുളിച്ചിരിക്കുന്നു കൊറേ കാലത്തിന് ശേഷം. 5 മണിക്കൂർ എന്താ അതെ, പെർമനന്റ് ആയിട്ട് കാര്യമായിട്ട് മുഖത്ത് എന്താ വെച്ചിട്ടുണ്ട്. സൗന്ദര്യ അത് പിന്നെ എന്താ പറയാ, കാരണവർമാർക്കുള്ള അയ്യോ. അങ്ങനെ കുളിസീനൊക്കെ കഴിഞ്ഞു. അവിടെ ആൾക്കാർ
ഇവിടെ നിന്ന് അലക്കണം. ഒരു സോപ്പ് പൊടി പക്കറ്റൊക്കെ തരാം. അവിടെ പോയിട്ട് മുടിയൊക്കെ മറ്റേതിൽ വെച്ചിട്ട് ഇങ്ങനെ കുളിക്കലിരുന്നിട്ട് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ജെൻസിന്റെ ടോയ്ലറ്റ് മനസ്സിലായത്. അങ്ങനെ സമാധാനമായി. ഞാൻ എന്തായാലും രക്ഷപ്പെട്ടു, ഇവരെല്ലാവരും വീണു. നന്ദനസി രക്ഷപ്പെട്ടു. പക്ഷെ നന്ദനസിൻ്റെ മേലെ കേക്ക് ഉണ്ടായിരുന്നു. ഞാനെന്തോ ഭാഗ്യത്തിന് ഒന്നും എനിക്ക് പറ്റിയില്ല. ഭാഗ്യത്തിന് ഞാൻ കുറേ പറഞ്ഞപ്പോൾ പ്ലീസ് പറഞ്ഞ കാല് പിടിച്ചുകൊണ്ടാണ് എന്നെ ഒന്നും ചെയ്യാതിരുന്നത്. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടത്. അവിടെ മല്ലയുദ്ധം നടക്കുകയാണ് രണ്ടുപേരും കൂടി. സിജോ ഞാനിത് ലിനുവിനെ അയച്ചു കൊടുക്കട്ടോ. ലിനുവിനെ അയച്ചു കൊടുക്കും. കാണാൻ നല്ല ഭംഗിയുണ്ടാകും. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് അടിപൊളിയുണ്ട്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ രണ്ടുപേരെയും വെള്ളത്തിടാൻ പറ്റിയില്ലല്ലോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത്. ഒന്നും പറയാനില്ല. നമുക്കത് ബാച്ചലർ പാർട്ടിക്ക് തീർക്കാം. ഓക്കെ, അത് റെഡിയാണ്. അപ്പൊ ഞങ്ങളത് ഓക്കെ ബൈ. ആ ഓക്കെ ഓക്കെ ഓക്കെ. രണ്ട് സിനിമ പ്രേതനെ കാണിച്ചിട്ടോ. രണ്ട് സിനിമ പ്രേതം. Love you. Also token. എല്ലാം കൊളാക്കി. ആ ബുക്ക് ബുക്ക് വേണോ? അച്ഛനെ വേണോ? അവര് കൊള്ളാമല്ലോ. അടുത്ത് നിൽക്ക്. ആരും മാറണ്ട, ഇവിടെ മാറണം. കാലെടുക്കണ്ട. കാല് ശരിക്കും ഇത് മാറിയുള്ള കാല്. ഇതിപ്പുറത്ത് എടുക്കട്ടെ. ഈ ഫോട്ടോ തന്നെ തരുമോ? സംഭവം നിങ്ങൾക്ക് അസൂയ. എനിക്ക് ലുക്ക് ഉണ്ട്, നിങ്ങൾക്ക് അസൂയ ഉണ്ട്. അതാണ് നന്ദനക്ക് നോറയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് വരാൻ വേണ്ടി നന്ദന മേടിച്ച് 25,000 ആണ്. 50,000 പണി എടുത്തിട്ടുണ്ട് തള്ളി. അപ്പൊ ഏതെങ്കിലും ബർത്ത്ഡേക്കോ കല്യാണത്തിനോ ആണെങ്കിൽ വിളിച്ചാൽ മതി. ഫുഡ് കഴിക്കാണ്. നമ്മള് നോറേന്റെ ബർത്ത്ഡേന്ന് പരിചയപ്പെട്ട ഒരു ാണ്. നമ്മൾ എന്തുകൊണ്ട് പരിചയപ്പെട്ടു, നമ്മളെങ്ങനെ കണക്റ്റഡ് ആയിരുന്നു. കാരണം എന്താണ് പറയൂ. ഞങ്ങൾ കണക്റ്റഡ് ആയ കാരണം എന്താണ് പറയൂ. മേക്കപ്പ് അതാണ്. മേക്കപ്പ് എവിടെയുണ്ടോ അന്ന് ഞാൻ പ്രൊഡക്റ്റ് എന്താണ് പറയുന്നത് അതുകൂടി പറയൂ. വീഡിയോയിലൊക്കെ കാണുമ്പോൾ എന്ത് രസറിയോ എന്റെ ഡേറ്റ് മനസ്സിലായി. അതെന്തായാലും മേക്കപ്പ് ചെയ്യാനുള്ള ഇതുണ്ട്.
ഒരു അപമാനിച്ചു ഞങ്ങൾക്ക് പേര് പറഞ്ഞോളൂ ഫൈസൽ. അപ്പോ നമ്മള് ഹൈലൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഒക്കെ പറഞ്ഞോളൂ. വർക്ക് ചെയ്യുന്നത്. അപ്പൊ മാക് ഓഫീസ് അതെന്താ സംഭവം ഇല്ല ഒന്ന് പറഞ്ഞോളൂ. ഡയറക്റ്റ് മാക് കോസ്മെറ്റിക് സ്റ്റുഡിയോ ആണ്. അപ്പം അവിടെ വർക്ക് ചെയ്യുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. അതെ. അപ്പൊ നിങ്ങൾക്ക് ഹൈലൈറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ മാക്കിൽ പോയിട്ട് മേക്കപ്പ് ചെയ്യാൻ ഞാൻ എന്തായാലും ഓൾറെഡി ഒന്ന് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ലിപ്സ്റ്റിക്ക് ഞാൻ ഓർഡർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ക്യാഷ് കൊടുക്കട്ടോ. അതല്ല നല്ല കളക്ഷൻ ഫുള്ള് ഭയങ്കരതാണ്. അടിപൊളിയാണ്. അത് സ്കിൻ കെയർ ആണ്. മാക്കിന്റെ സ്കിൻ കെയർ യൂസ് ചെയ്യുന്നത്. പറയൂ. നിങ്ങൾ ഷാപ്പിലെ ഞാന് ഷാപ്പിലെ ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ഷാപ്പ് ക്ലോസ് ചെയ്ത് ചോദിച്ചില്ലേ? അപ്പൊ ഞാൻ വിളിച്ചപ്പോ മോനെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് എത്തിച്ച് വരാവോ അത്രയും പെട്ടെന്ന് ചക്കവട്ടി ഐസ്ക്രീം പപ്പടം തരാം. പിന്നെ മാങ്ങ കല്ലിടിച്ചത്. നമ്മളന്ന് നോറയും ജയന്റെ കൂടെ പോയിട്ട് പച്ചമാങ്ങ നമ്മൾ രണ്ടെണ്ണം കഴിച്ചില്ലേ? അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ദിവസം ഷാപ്പിൽ പോയിട്ട് ഞാനും വീട്ടുകാരൻ്റെ അമ്മയത്തിനൊക്കെ കൂടി പോയപ്പോൾ എനിക്ക് പച്ചമാങ്ങ കിട്ടി. ഞാൻ ഇങ്ങേരോട് പറഞ്ഞു, അറിയാതെ പറഞ്ഞു. എനിക്ക് അന്ന് പറഞ്ഞു പച്ചമാങ്ങ കിട്ടി, അതിൽ വലിയ സുഖം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു. അപ്പോ എനിക്ക് താങ്കൾ ഇത് തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ ഷാപ്പിൽ എന്തായാലും വന്നാല് എന്നെ നോട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ നല്ല ചെനച്ച മാങ്ങ തരാൻ പാടുള്ളൂ. അപ്പൊ ചേട്ടാ താങ്ക് യു സോ മച്ച്. ഇത് ഞാൻ ജസ്റ്റ് എന്റെ ഒരു വ്ളോഗിൽ പറഞ്ഞുള്ളൂ. അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം ഞാൻ അന്ന് നോറേന്റെ കൂടെ പോയപ്പോ രണ്ടെണ്ണം ഞാൻ വാങ്ങി. അത് ആലോചിക്കണം. ഒരാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് രണ്ടെണ്ണം വാങ്ങി. പിന്നത്തെ പ്രാവശ്യം ഞാൻ ആ കൊതിയോടെയാണ് പോയത്. അപ്പൊ എനിക്ക് എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം അത് കുറച്ച് പച്ച ഉണ്ടായിരുന്നു. അപ്പൊ സീസണിന്റെ പ്രശ്നമാവും. ചില സമയത്ത് നമുക്ക് പച്ച കറക്റ്റ് പച്ചവെള്ളം കിട്ടുക. നമ്മൾ അതിന്റെ കഥ പറയണ്ടേ? വെല്ലോന്റെ പറമ്പിൽ കയറി മാങ്ങ പറിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോ അപ്പൊ നമുക്ക് ഷാപ്പ് നമ്മുടെ ഗോപാലൻ മാളിൽ ഉണ്ടാവും ഷാപ്പ് റെസ്റ്റോറന്റ്. അപ്പൊ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനമാണ്. ഇവരെ നോട്ടം വെച്ചാൽ ഇവരോട് പറഞ്ഞാൽ മതി ചെനച്ച മാങ്ങ തരാം, എന്നാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ചേട്ടാ താങ്ക് യു. കുറച്ച് റൊമാൻസ് കാണിക്കൂ. മിസ്സായി പൊളി. ഞാൻ ലീനുവിനെ അയച്ചു കൊടുക്കട്ടോ? ലീനുവിന് ഞാൻ അയച്ചു കൊടുക്കും. ലിനു കാത്തിരിക്കും. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ മാനം നീയല്ലേ,
പാടില്ല കേൾക്കാം. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. നോറയ്ക്ക് എന്തായാലും ഞങ്ങളുടെ വലിയൊരു ഹാപ്പി ബർത്ത്ഡേ.